Watch full episodes on Jio Hotstar. ആ ഡോഗി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അഥവാ രക്ഷപ്പെട്ടാൽ മിസ്റ്റർ ചംകു നമ്മളെ ചമ്മന്തിയാക്കും. പിടിക്കതിന്, പിടിക്ക്. രക്ഷപ്പെടാൻ പാടില്ല. പിടിക്കതിന്. തോന്നിക്കുന്നു. നിനക്കൊന്നും കണ്ണു കാണില്ലേടാ. ഒരു ഡോഗിക്ക് പുറകെ ഇത്രയും വലിയ സൈന്യമോ? ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉടനെ മോട്ടു പത്ലുവിനെയും ഫോൺ ചെയ്യാം. ഹലോ മോട്ടു പത്ലു, Doggy. Hey, ആ ഡോഗി ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കൂ. മോനെ, ഞാൻ ഡോണിന്റെ എല്ലാം ഡോണാണ്. സൂപ്പർ ഡോൺ. ആരാന്ന് ചോദിക്കേ. ഞാൻ ഡോണിന്റെ എല്ലാം ഡോണാണ്. ഒരു സൂപ്പർ ഡോൺ. മിസ്റ്റർ ചംകു. നിങ്ങളൊക്കെ ആരാ മക്കളെ? ഞങ്ങളാണ് കൂട്ടുകാരിൽ കൂട്ടുകാരൻ, ചങ്കുകളിൽ ചങ്ക്. അല്ലടാ, പേരാണ് മോട്ടു പത്ലു. നൈസ് മീറ്റിംഗ് യു. അടുത്തേക്ക് വരല്ലേ. എനിക്ക് നിങ്ങളെ പോലെ വൃത്തിയില്ലാത്തവരെ കണ്ണെടുത്താ കണ്ടൂടാ. മനസ്സിലായോ? എല്ലാ കാര്യവും എന്തിനാ നിങ്ങൾ ഇങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്? എന്താന്ന് വെച്ചാ എന്നാലേ ഞാൻ പറയുന്ന വാക്കുകൾ എതിരാളിയുടെ മനസ്സിൽ പതിയുള്ളൂ. ആ ഡോഗിയെ മര്യാദക്ക് ഞങ്ങൾക്ക് തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. ചംകുവിന്റെ അടുത്ത് ചലഞ്ച് ചെയ്യാറായോ നീ? ഗാർഡ്സ് അറ്റാക്ക്! വേണ്ട, വിടാൻ. ബൈ മോട്ടു പത്ലു. ഇനി നമ്മൾ ഒരിക്കലും കാണില്ല. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഐഡിയ. വരൂ, ആ വൃത്തിയുള്ളവനെ നമുക്കൊന്ന് വൃത്തിയാക്കിട്ട് വരാം. ഹലോ ചിങ്കം സാർ. യെസ് മോട്ടു പത്ലു, ഡോണ്ട് വറി, ഞാനുണ്ടല്ലോ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. കേട്ടല്ലോ? impossible. കോൺസ്റ്റബിൾസ്, ഈ റോഡ് സൈഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഇവിടുത്തെ ഗുണ്ടകളുടെ മുട്ടൊന്ന് വിറയ്ക്കുമല്ലേ? നിങ്ങളൊരു സംഭവമാണ് സാർ. ഇന്ത്യക്ക് ഒരു ഹോപ്പാണ് സാർ. ഹോപ്പ് ഹോപ്പ് സാർ. Hey! സോറി ചിങ്ങം സാറേ, അല്പം തിരക്കില്ല, അതുകൊണ്ടാ.
എന്റെ അമ്മോ. എന്റെ അമ്മോ, ആ ഗുണ്ടകളെ എന്നെയും പറപ്പിച്ചല്ലോ. മോട്ടു റെഡി? Yes, I'm ready. ഇവന്മാരിത് എവിടെ നിന്ന് വന്നു? ഇനി കണ്ടോ മോട്ടുവിന്റെ പത്ലുവിന്റെ കളികൾ. ഹലോ മിസ്റ്റർ ചംകോ. ബൈ ബൈ മോട്ടു പത്ലു. ബൈ. മോട്ടു അത് കണ്ടോ? ഡോഗിയുടെ കഴുത്തിലെ ലോക്കറ്റ് എടുത്തുകൊണ്ട് അവൻ പോയിരിക്കുന്നത്. ആ ലോക്കറ്റിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടാവും, ഉറപ്പാ. ആണോ? അപ്പൊ അതാണോ കാര്യം? നീ ഡോഗിയുടെ കാര്യം നോക്ക്, ഞാൻ ചെന്ന് അവന്റെ കാര്യം നോക്കിക്കോളാം. ആ നിധി എവിടെ ഉണ്ടെന്ന് ഈ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഓ, നിധി ക്രിസ്മസ് മൗണ്ടനിലാണ് ഉള്ളതല്ലേ? അത് തേടി കണ്ടുപിടിക്കുന്നത് ഭയങ്കര എളുപ്പമാണെന്നാ തോന്നുന്നേ. ഇനി ഈ നിധി എന്റേതാണ്. ഇത് മുഴുവൻ എന്റേതാണ്. ഇത് മുഴുവൻ സോറി, പ്ലീസ് ഡോണ്ട് മൈൻഡ് മിസ്റ്റർ ചംകു. വരൂ പത്ലു, ഈ പേപ്പറിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. എന്റെ അമ്മോ, ഇതെന്താണ്? ഇതെങ്ങനെ വന്നു? ഇതെന്തിനു വേണ്ടി വന്നു? ഈ പേപ്പറിന് ഇത്രമാത്രം വില എങ്ങനെ കിട്ടി? എങ്ങനെ 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 പറയൂ പറയൂ പറയൂ. ഇത് എന്തിന്റെ ഒരു മാപ്പാണ്. പക്ഷെ ഈ മാപ്പ് എന്തിനുള്ളതാ? ഞാൻ പറഞ്ഞു തരാം ആ മാപ്പ് എന്തിന്റെയാണെന്ന്. വരൂ ലക്കി. ഈ നിധി ചന്ദൻപൂർ രാജാവിന്റേതാണ്. ഞാൻ ചന്തു, കൊട്ടാരം വേലക്കാരൻ. രാജ തിരുമനസ് എല്ലാ സ്വത്തും വിറ്റിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുകയാണ്. പക്ഷെ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് കൊട്ടാരം നിലവറയിലെ സ്വർണവും രത്നങ്ങളും എല്ലാം ഒരു കിരീടത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്വത്തെല്ലാം വിറ്റിട്ട് ഫുർഫുറി നഗറിൽ വലിയ വലിയ സ്കൂളും ഹോസ്പിറ്റലുകളും പണിയാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫുർഫുറി നഗരവാസികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും ചികിത്സയും ലഭിക്കും. എന്നിട്ട് പിന്നെന്തു പറയാൻ, മിസ്റ്റർ ചംകു ഇതെല്ലാം മണത്തറിഞ്ഞു. അവന്റെ ആൾക്കാർ രാജാവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. രാജാവ് ആ കിരീടം ഒരു രഹസ്യ സങ്കേതത്തിൽ ഒളിപ്പിച്ചിരുന്നു. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് ഈ ഡോഗി ലക്കിയുടെ കഴുത്തിലുള്ള ലോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇക്കാര്യം ഒരു വേലക്കാരൻ അറിഞ്ഞു. മഹാരാജാവ് പോയതിന്റെ പിറ്റേന്ന് തന്നെ ലക്കിയുടെ കഴുത്തിൽ നിന്നും ഈ ലോക്കറ്റ് തട്ടിയെടുക്കാനായി അതിന്റെ പിന്നാലെ കൂടി. അവനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ നിധി കണ്ടുപിടിച്ച് രാജാവിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്. ഫുർഫുറി നഗരത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളും പിന്നെ കുറെ നല്ല സ്കൂളുകളും തുറക്കണം. നിങ്ങൾ ലക്കിയെ കൊണ്ടുപോയിക്കൊള്ളൂ. വളരെ വളരെ നന്ദിയുണ്ട്. മഹാരാജാവ് തിരുമനസിന്റെ സ്വപ്നം പൂവണിയണം. എനിക്കത് മാത്രം മതി. വരൂ ലക്കി. എന്ത് നല്ല ഡോഗിയാ നോക്കിയേ. എന്റെ അമ്മോ, ഇത് ക്രിസ്മസ് മൗണ്ടൻ ആണല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ക്രിസ്മസ് മരങ്ങളും ഉണ്ട്. എന്നാൽ വരൂ, തയ്യാറായിക്കൊള്ളൂ. നമ്മൾ ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തണം. കാരണം ഈ മാപ്പിലുള്ള സംഗതികൾ ആ ചംകുവും കണ്ടിട്ടുണ്ട്. അവൻ അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കേണ്ടതാണ്. വരൂ. ഒരു തവണ എനിക്ക് ആ ചംകുനൊന്ന് കാണണം. എന്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അലക്കുകാരെ തുണി അലക്കുന്ന പോലെ ഞാൻ അവനിട്ട് അലക്കും. ഞാനെല്ലാം മറന്നുപോയല്ലോ. അലക്കാരൻ തുണി അലക്കുന്ന പോലെ എടുത്തിട്ട് അലക്കണമെന്നാണോ സാറേ പറഞ്ഞ? എന്റെ അമ്മോ, എന്നെ താഴേക്കിറക്ക് വേഗം, താഴേക്കിറക്കാൻ. മമ്മി, ഇഡ്ഡലി, ദോശ, പഴംപൊരി, കടല ഞാൻ എല്ലാം വാങ്ങിത്തരാം. എന്നെ വെറുതെ വിട്ടാ മതി. സിംഗം സാർ, ഫെരിലാർ റിപ്പോർട്ടിംഗ് സാർ. സിംഗം സാർ, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ചിങ്കം സാർ, ഈസ് ഇറ്റ് വേദനിക്കൽ? ഈ വേദനിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഓ, വേദന. അതെന്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ലെറ്റ്സ് ഗോ.
ക്രിസ്മസ് മൗണ്ടൻ. നിങ്ങളിലാണ് പ്രതീക്ഷ. വരൂ, വല്ലത് കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. അതെ, എനിക്കും വല്ലാത്ത ദാഹം തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജോണിനേക്കാളും മുമ്പിലാണ്. വാ, നമുക്ക് കഴിച്ചിട്ട് പോകാം. എന്റെ ചേട്ടാ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്നിട്ട് കുടല് കരിയുന്നു. ബോക്സറേട്ടാ, കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമായി പോയി. ഞാനും ചിന്തിക്കുമായിരുന്നു ബോക്സിംഗ് സ്കൂൾ തുടങ്ങി കുട്ടികളെ ബോക്സിംഗ് പഠിപ്പിക്കണമെന്ന്, അതും ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്ന്. പക്ഷെ ആ സ്വപ്നം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? കണ്ടില്ലേ, ബോട്ട് പത്ലു കസീട്ടാറാം ജഡ്ക അവര് നീതി തപ്പി അങ്ങോട്ട് പോവാ. എനിക്ക് ഒറ്റയ്ക്ക് അവരെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ നിധി അവന്മാര് തന്നെ കൊണ്ടുപോകും. എന്റെ സ്വപ്നം നടക്കില്ല, സ്വപ്നം നടക്കില്ല. എന്റെ സ്വപ്നം ആർക്കും തകർക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ കള്ളക്കളികളും ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. കാണിച്ചു കൊടുക്കാം. എടാ കള്ളന്മാരെ, ബോക്സറേട്ടാ. എന്റെ കടയിൽ വന്ന് ഗുണ്ടായുസം കാണിക്കാനാണ് പരിപാടി. ഇങ്ങനെ കാണിച്ചു തരാം. എന്റെ അമ്മച്ചി, എന്റെ കട ഒന്ന് രക്ഷിക്കണോ സാറേ? പൊളിച്ചെടുത്തല്ലോ മമ്മി, രക്ഷിക്കണേ. ബോക്സേട്ടാ, ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട. പൊളിച്ചെടുത്തല്ലോ. മോട്ടുപത്ലു, നിങ്ങളത് എവിടെയാണ്? ഇപ്പൊ ശരിക്കും മനസ്സിലായി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി ഞങ്ങള് പോയിക്കോട്ടെ. ഈ ജോണായിരിക്കും ഡോൺ. എന്റെ പൊന്നു ബോക്സിംഗ് ബ്രോ, ഞങ്ങൾ നിന്നെ അനുസരിച്ചോളോ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ അതുപോലെ ചെയ്യാം. ഇവിടെ നിന്ന് അനങ്ങി പോവരുത്. അനങ്ങിയ വിവരം അറിയും. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണോ? എന്താ പൊളിക്കടുത്തല്ലോ. ഇത് എവിടുന്ന ഒരു കരിഞ്ഞ മണം വന്നോണ്ടിരിക്കുന്നേ? നമ്മുടെ പുറകെ തീ കത്തുന്നതാണ് ചങ്ങേ. ഇവിടുന്ന് ഇറങ്ങിയാൽ ആ ബോക്സർ നമ്മളെ തല്ലുകയും ചെയ്യും. എണീറ്റില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. മമ്മി, രക്ഷിക്കണേ. രക്ഷിക്കണേ മമ്മി. മോട്ടു എന്റെ പുറകില് വാ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി ബോക്സർ. വരൂ, ഇനിയൊരു കൈ നോക്കാം. ഇനി ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് പോലും പറ്റില്ല. നിൽക്കണടാ, നിൽക്കാൻ അവിടെ. എവിടെ പോയി രണ്ടും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. അരുത് അരുത്.
അയ്യോ എന്റെ കട എന്റെ കട മൊത്തത്തിൽ തകർന്നു കളഞ്ഞല്ലോ. ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോവും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോയിക്കോ, ഞാൻ പോലീസിനെ വിളിക്കും. ഇപ്പം തന്നെ വിളിക്കും. പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ദോ അങ്ങോട്ടാണ്. എന്നാൽ അങ്ങോട്ട് പൊക്കോ. സാറേ, അയാൾ ഹെൽപ്പ് ചോദിക്കുന്നു. ഹലോ. എന്റെ അമ്മോ, അവൻ ഭൂമിയിലൊന്നും ഇറങ്ങാതെ എങ്ങനെ അവനെ സഹായിക്കാൻ കഴിയും? എന്റെ പൈശാചികമായ ബുദ്ധിയിൽ മാരകമായ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇനി വോട്ടുപത്തിലൂടെ മുന്നോട്ട് പോവാൻ കഴിയില്ല. എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യ. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാം. ഇല്ല ഇടിച്ച് ഞാൻ നിന്നെ ഇപ്പൊ ചമ്മന്തിയാക്കും. ആ, നീയൊക്കെ എന്നെ കളിയാക്കാറായോ? ഇതൊക്കെ ഞാനുണ്ടല്ലോ. ആ, ഇതെന്നാ പിടിച്ചോ. ഇന്ന് പിടിച്ചോ. ആ. നീ എന്നെ മേലെ നീ എങ്ങനെ എന്നെ കളിയാക്കിയല്ല. ഇപ്പൊ ഇവിടെ പാലമില്ല. ഇനി എങ്ങനെ പോകും ബോട്ട് പത്തലു? ബൈ ബൈ ബോട്ട് പത്തലു. ഇതാണോ നിന്റെ പൈശാചികമായ ബുദ്ധിയിൽ തോന്നിയ മാരകമായ ഐഡിയ? നിനക്ക് ഒരു പണി പോലും നേരെ ചൊവ്വേ ചെയ്യാൻ അറിയില്ല. ആ നിധി എങ്ങനെ അവന്മാര് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഞാനെന്ന് കാണിച്ചു തരാം. എന്റെ പൊന്നു ചെറിയമ്മ, എന്നോട് ക്ഷമിക്കണം. അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാ. സഹായിക്ക, വണ്ടി ഒന്ന് മേലേക്ക് എടുക്കണേ. ചെറിയമ്മ വെള്ളത്തിൽ പോയേ. ചെറിയമ്മ വെള്ളത്തിൽ പോയേ. ബോസ് കരയണ്ട പ്ലീസ്. ഇത് സന്തോഷത്തിന്റെ കണ്ണീരാണ്. ആനന്ദ കണ്ണീര്. ആ ദുരന്തത്തിന്റെ കയ്യിൽ നിന്ന് നമ്മള് രക്ഷപ്പെട്ടില്ലേ? നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ തോന്നുന്നു എന്റെ പുറകില് ചെറിയമ്മ ഉണ്ടത്. നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നു എന്റെ പുറകില് ചെറിയമ്മ ഉണ്ടെന്ന്. ചെറിയമ്മ രക്ഷപ്പെട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇതിപ്പോ എങ്ങോട്ടാ ഓടുന്നേ? ഇതിനു മുമ്പേ ഭയങ്കര ചിരി കണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ. പൊളിക്കടുത്തല്ലോ. നമ്മൾ ഈ നദിക്കക്കരെ എങ്ങനെ പോവാൻ കഴിയും?
എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ പുഴ കടന്നല്ലേ പറ്റൂ. ആ നിധി കണ്ടുപിടിച്ചിട്ട് വേണം ഫുർഫുറി നഗരത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളും സ്കൂളുകളും പണിതെടുക്കാൻ. ഇപ്പൊ കണ്ടോളൂ മോട്ടുവിന്റെ അഭ്യാസം. വലിയേട്ടാ, കാർ ഒന്ന് റിവേഴ്സ് എടുക്കൂ. എന്റെ കാർ എന്റെ കാർ മോട്ടിച്ചോണ്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ വെറുതെ വിടണം, എന്നെ വെറുതെ വിടണം, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, മോശമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയറിന്റെ ഡബിൾ തന്നേക്കാം, 20%. ഇനി എന്നെ വെറുതെ വിട്ടൂടെ. ഓ, 20%? അപ്പോൾ എനിക്ക് ഇരട്ടി സ്കൂൾ തുറക്കാനാവും. വെരി ഗുഡ്. എങ്കിൽ വായോ, വാ. ഇങ്ങനെ വണ്ടിയെ പോവാൻ ഭയങ്കര രസമായിട്ടുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.